വീഡിയോ എടുത്ത് ഇങ്ങനെ ഈ അയവ് എങ്ങനെ അടിച്ചിടാൻ പാടുണ്ടോ? ഇത്ര ഈ ബ്ലോക്കിന്റെ ഇടയിൽ കൂടെ ഈ ടോണും കൊടുത്താണ്ട് ആ തലക്കലെത്തുന്ന ബ്ലോക്ക്, ആ തലക്കലെത്തുന്ന ബ്ലോക്ക്, ആ തലക്കല്. ദേശീയപാതയിലെ വെട്ടിച്ചിറ ടോൾ പ്ലാസയിൽ മണിക്കൂറുകളോളം നീളുന്ന രൂക്ഷമായ ഗതാഗതക്കുരുക്ക് യാത്രക്കാരെ വലയ്ക്കുന്നു. കിലോമീറ്ററുകളോളം വാഹനങ്ങളുടെ നീണ്ട നിര രൂപപ്പെട്ടിട്ടും ടോൾ പിരിവ് നിർത്തിവെക്കാതെ വാഹനങ്ങൾ ബ്ലോക്കിലിടുന്നതിനെതിരെ വലിയ രീതിയിലുള്ള ജനരോഷമാണ് ഉയരുന്നത്. ഓഗസ്റ്റ് 23 ടോൾ പ്ലാസയ്ക്ക് സമീപം 1/2 കിലോമീറ്ററിലധികം ദൂരത്തിൽ കനത്ത ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെട്ടത്. കുരുക്ക് കാരണം ആംബുലൻസ് അടക്കമുള്ള അടിയന്തര സർവീസ് വാഹനങ്ങൾക്ക് പോലും കടന്നു പോകാൻ സാധിക്കാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്ന് യാത്രക്കാർ ചൂണ്ടിക്കാണിക്കുന്നു. ആംബുലൻസുകൾക്ക് പ്രത്യേക ട്രാക്ക് ഉണ്ടെന്ന് അധികൃതരും പോലീസും വ്യക്തമാക്കുന്നുണ്ടെങ്കിലും കിലോമീറ്ററുകൾക്കപ്പുറം തന്നെ റോഡ് പൂർണ്ണമായി ബ്ലോക്കാകുന്നതിനാൽ ആംബുലൻസുകൾക്ക് ടോൾ പ്ലാസ വരെ എത്താൻ പോലും സാധിക്കാത്ത അവസ്ഥയാണെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ആംബുലൻസ് പോലത്തെ എമർജൻസി വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ ബ്ലോക്കിൻ്റെ ഇടയിൽ എന്താ ചെയ്യുക? ആ പോലീസുകാരൻ പറഞ്ഞത് ആംബുലൻസിനും എമർജൻസി വാഹനങ്ങൾക്കും പോകാനുള്ള ട്രാക്ക് ഫസ്റ്റ് തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ അങ്ങോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ ഈ ബ്ലോക്കിൽ നിന്ന് കഴിച്ചിലാവണ്ടേ? പറക്കാനൊന്നും പറ്റൂലല്ലോ. ഗതാഗതക്കുരുക്കിന്റെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയതിനും പ്രശ്നം ചോദ്യം ചെയ്തതിനും സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റിന്റെ ഫോട്ടോ എടുക്കുകയും ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്തതായി ഡ്രൈവർ ആരോപിക്കുന്നു. ഇത്തരത്തിലുള്ള അശാസ്ത്രീയമായ ടോൾ പിരിവും ഗതാഗത നിയന്ത്രണത്തിലെ പാളിച്ചകളും കാരണം സാധാരണക്കാരായ യാത്രക്കാരാണ് ദുരിതത്തിലാകുന്നത്. പൊതുജനങ്ങൾ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കണമെന്നും ശാശ്വതമായ പരിഹാരം കാണണമെന്നും യാത്രക്കാർ ആവശ്യപ്പെടുന്നു. ഈ ചാനൽ ന്യൂസ് വെട്ടിച്ചിറ. 15 വർഷങ്ങളായി ഈ തിളക്കം നമ്മെ ഭ്രമിപ്പിക്കുന്നു. 15 വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു. 15 വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ്. ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.